ഹലോ, ഇന്നലെ ഞങ്ങൾ മഞ്ചേരി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ പേഴ്സിൽ അമ്മ താക്കോൽ ഇട്ടിട്ടുണ്ടായിരുന്നു. താക്കോൽ ചാടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ മേലത്തെ കോണിക്കോണിൻ്റെ വാതിൽ ഞാൻ അടച്ചിട്ടുണ്ടായില്ല. നമ്മൾ മുകളിലാണ് തോരയിടാറുണ്ട് കേട്ടോ. അപ്പോൾ അടച്ചിട്ടുണ്ടല്ലോ. അപ്പം പറഞ്ഞു ഏണിയും കോണിയും കൊണ്ടുവരി, ഞാൻ മേപ്പെട്ട് കയറാണ്. അപ്പം ഞാനങ്ങോട്ട് വലിഞ്ഞ് കയറുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെയാണ് കോണിക്കോട് തുറന്നിട്ടുകൊണ്ട് തന്നെ നമുക്ക് വാതിൽ തുറക്കാൻ പറ്റിയിട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ പേരെ കുത്തി പൊളിക്കേണ്ടി വരും. കാരണം ആ രണ്ട് വാതിലും കേടെടുത്തേണ്ടി വരും. അല്ലാതെ താക്കോലില്ലല്ലോ വേറെ. അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു ഭാഗ്യമായിട്ടെന്ന് പറയാം കേട്ടോ. ഇങ്ങനെയുള്ള സംഭവം വല്ലാത്തൊരു കഷ്ടകാലമാണ്. അപ്പം ഇനി താക്കോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ അയൽവക്കത്തേനും കൊടുത്തു പോയിക്കൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ കൂട്ടുകാരും. ഇന്ന് പിന്നെ വൈകുന്നേരത്ത് പ്രത്യേകിച്ച് ഉള്ള പരിപാടികളൊന്നുമായിട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. പിന്നെ പൊറോട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നല്ല ബിരിയാണിത്തെ മസാല ഉണ്ടായിരുന്നു കേട്ടോ. അത് മാളത്താത്താൻ്റെ അവിടെ നിന്നാണ്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കഞ്ഞിയാണ്. കഞ്ഞി ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ പല ആളുകളും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കഞ്ഞി. ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാനൊരു കാരണമുണ്ട്. അമ്മ നാരങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് കഞ്ഞി കുടിക്കാൻ പോതിയാവല്. എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിക്ക് നാരങ്ങാച്ചാറാണ് കേട്ടോ. അത് വേറെ ലെവലാണ്. കാരണം ഭയങ്കര ടേസ്റ്റാണ് കഞ്ഞിയും നാരങ്ങാച്ചാറും. പിന്നെ അതേപോലെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചുട്ടരച്ച നാളികേര ചമ്മന്തി കേട്ടോ. അത് ചുട്ടരച്ച മുളകും ചെറിയ ഉള്ളി അതുപോലെ തന്നെ അരി ചേർത്തട്ടോ. മുളകൊന്ന് വാട്ടിയെടുക്കുക. അതേപോലെ തന്നെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ പുളിങ്ങി നാളികേരം. അപ്പോൾ അടിപൊളി ഒരു ചമ്മന്തി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നമ്മൾക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കഞ്ഞിയായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ. പിന്നെ അമ്മയ്ക്കും എനിക്കും എല്ലാവർക്കും ക്ഷീണം തന്നെയാണ്. അമ്മയ്ക്ക് കഫ് കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം പിടിക്കലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പൊടി പണിയെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയല്ലേ, സിമെൻറ്റ് കല്ല്, അതുപോലെ സിമെൻറ്റും അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഇതാക്കുമ്പോൾ അങ്ങനെ പൊടി തട്ടിയിട്ട് നമുക്ക് അലർജി ഉണ്ട്. നമ്മളൊരു ഗതികേട് എന്ന് പറയാം. ഇപ്പോഴും അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തുക്കളെ, ഞങ്ങളൊക്കെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ അമ്മേനെ എപ്പോഴും പണിയിപ്പിക്കാൻ. എൻ്റെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എല്ലാത്തിനും സുഖമായിരുന്നു. വീട് നോക്കാനും കടങ്ങൾക്കൊക്കെ ഒരു താങ്ങായിരുന്നു. കാരണം എനിക്കിപ്പോൾ 29 വയസ്സായി. ആ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു വീട് നോക്കിയെന്നില്ലേ വിചാരിക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും. എന്തായാലും അമ്മയ്ക്കൊരു പ്രാർത്ഥന എന്തായിരുന്നു, എനിക്ക് 2 പെൺകുട്ടികളെയാണ് ദൈവം തന്നിട്ടുണ്ടായത്. അപ്പോൾ അമ്മയ്ക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു, 3ാമത്തെ കുട്ടി ആൺകുട്ടി ആവണം. എൻ്റെ അവസ്ഥ എൻ്റെ മക്കൾക്ക് വരല്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു കേട്ടോ. ചേച്ചിക്ക് 3 ആൺകുട്ടികളാണ് കേട്ടോ. അവളിവിടെ ഇല്ല, അവൾ ഉത്തർപ്രദേശിലാണ്. എൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്ന ആളുകൾക്ക് അറിയാം. പിന്നെ ഓരോ ദിവസം പുതിയ പുതിയ ആളുകളല്ലേ. പിന്നെ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന വോയിസൊക്കെ എത്ര ആൾ കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോസൊക്കെ മുന്നോട്ട് പോവുക. ചില ആളുകളൊന്നും നമ്മൾ വീഡിയോ ഒന്നും മൈൻഡ് പോലും ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള സങ്കടമാണ്. ആദ്യമൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഒന്നും ആയില്ലെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പം അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ വീഡിയോ കഴിയുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കുറഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം നമ്മൾ മോണിറ്റൈസൊക്കെ ആയ ചാനലല്ലേ. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് നമ്മുടെ മലപ്പുറം തമ്പുരു വ്ലോഗിലൂടെ തന്നെ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതെൻ്റെ ഒരു വിജയമാണ്. ചില പ്രൊമോഷൻ വർക്കുകളൊക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ യൂട്യൂബും ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കിട്ടാറൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അതൊക്കെ നിങ്ങളെ സപ്പോർട്ടാണ്, അതും ഞാൻ പറയണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ കഞ്ഞൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ. എപ്പോഴും അമ്മയാണ് ചെയ്യാറ്. കാരണം നമുക്ക് ഭയങ്കര ക്ഷീണം വയ്യ. അപ്പം അതുകൊണ്ട് അമ്മ കിടന്നു കേട്ടോ. എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പം അമ്മ ഞാൻ ചെയ്യാറുള്ളൂ. ചെക്കനാണെങ്കിൽ ദേവൂട്ടനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. ചാരും പാലൊക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓനവിടെ ഒരു പാത്രം ചെറിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവനവിടെ അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കമൻറ്റൊക്കെ അറിയിക്കട്ടെ. വീണ്ടും വീണ്ടും നമ്മൾ പറയണത് എന്താണെന്നോ, നിങ്ങൾ ചെയ്യാത്ത ആളുകളായിരിക്കും വീണ്ടും വീഡിയോ ഇങ്ങനെ കണ്ടു പോണത്. ഇതാണ് ഞങ്ങളുടെ അടുക്കള കേട്ടോ. അടുക്കളയിൽ ഈ ചുമരിലൊക്കെ ടൈൽസ് ഇട്ട് ഇതാക്കുക എന്നുള്ളത്, ടൈൽസ് തന്നെ ഉള്ളത്.
അമ്മേൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഉടുപ്പിയിൽ. അത് അന്നത്തെ സമയത്ത് അതൊരു മോഡലായിരുന്നു. ഇപ്പം അങ്ങനത്തെ മോഡലൊന്നും ഇല്ലല്ലോ. ഏകദേശം വീട് കയറിയിട്ട് 4 വർഷം കഴിഞ്ഞു കേട്ടോ. പിന്നെ അടിപ്പണി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ഉള്ളത് അങ്ങോട്ട് കുഴപ്പമില്ലാണ്ട് രീതിയിലാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ അമ്മയും അപ്പോഴൊക്കെ തന്നെയായിരുന്നു വീട് പണിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വാർപ്പ് ഇതൊക്കെ പറയാമല്ലോ, വീട് കയറണമെങ്കിൽ തന്നെ വാർപ്പ് അങ്ങോട്ട് കഴിഞ്ഞ് തേപ്പ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കാണ് കറണ്ട് വലിക്കാനും ഇതാക്കലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് എത്രത്തോളം പൈസ വേണമെന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ എല്ലാം അമ്മേൻ്റെ കൈ കൊണ്ട് കിട്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ ഈ ഒരു ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അതിൽ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഇന്നത്തെ ഒരു രീതിയിൽ നമ്മളിങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടും ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കാലുവേദനയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും പണിയൊക്കെ ഒന്ന് നിർത്തി സ്വന്തം അച്ചാർ ബിസിനസ്സായിട്ടാണെങ്കിലും കടങ്ങളെല്ലാം അങ്ങോട്ട് വീടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ന് രക്ഷപ്പെട്ടു കേട്ടോ. ആധാരവും വീടിൻ്റെ ആധാരവും പിന്നെ കുറച്ചുള്ള കടങ്ങൾ പിന്നെ ഏകദേശം 5 ലക്ഷത്തോളം ഒരു കടമുണ്ട്. അതൊക്കെ ഒന്നുകൂടി വീട്ടാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലൂടെ വീട്ടിൽ കഴിഞ്ഞ് പിന്നെ ഒരു വർക്കിനോ കാര്യങ്ങളൊക്കെ ഒന്നും അമ്മേനെ പറഞ്ഞേക്കാതെ എൻ്റെ കുട്ടിയൊക്കെ ഒന്ന് വലുതായതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ ഒരു വീട് നോക്കട്ടോ. കാരണം വേറെ അധികം ആളുകളൊന്നും ഇല്ലല്ലോ. എൻ്റെ അമ്മേനെ മാത്രം എനിക്ക് നോക്കിയാൽ മതി. എൻ്റെ അമ്മ എനിക്ക് ഒരിക്കലും ഒരു ഭാരം ആവില്ല. കാരണം അത്രമേൽ എൻ്റെ ദൈവമാണ് എൻ്റെ അമ്മ കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യവും തല്ലും ചീത്തയും ഒക്കെ കൂടുതലും അമ്മേനോട് തന്നെയാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഒരു ഫ്രണ്ടായിട്ടാണ് എൻ്റെ അമ്മ കേട്ടോ. കാരണം എല്ലാം തുറന്ന് പറയാനും എല്ലാ സങ്കടങ്ങളും തുറന്ന് പറയാനും പറ്റിയ ഒരു ദൈവം എന്നുണ്ടാവില്ല. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ എങ്ങനെ പഠിച്ചതിൻ്റെ മുന്നിൽ എങ്ങനെ പറയല്ലേ നമ്മുടെ സങ്കടം കാര്യങ്ങളൊക്കെ പറയല്ലേ, അതേപോലെ തന്നെ അങ്ങനെ പറയാൻ പറ്റിയ ഒരാളാണ് കേട്ടോ. എൻ്റെ മക്കൾ പീടികയ്ക്ക് പോയിട്ട് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വോയിസിൽ ചിലപ്പോൾ ഓരോ വോയിസ് ഉണ്ടാവും. മുമ്പോ ഇപ്പോൾ എടുത്ത് കുടിക്കുന്നത് എന്താ മുട്ടായി? മുട്ടായി വാങ്ങിയോ? ഇത് മൈസൂർ പാക്കാണ്. അതന്നെ മൈസൂർ പാക്ക് 50 നടക്കാം. അപ്പോൾ ഞാൻ വോയിസ് ഇങ്ങനെ കൊടുക്കുന്നു. ചായ ഉണ്ടാക്കിയില്ല, ഉച്ച സമയത്താണോ. അപ്പം ഞാൻ ഇവർക്ക് വെള്ളം എടുത്ത് കൊടുക്കട്ടെ കേസ്. ശേഷമൊക്കെ ഇന്നലെ രാത്രിയത്തുള്ള വിശേഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ദൈവത്തിൻ്റെ അവിടെ താഴ്ത്തിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഓനാണെങ്കിൽ ഓരോ പാത്രങ്ങൾ വലിച്ചിട്ടിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇല്ലേ. ഈ അടുത്ത് ഞാനൊരു കണ്ടിട്ട് ന്യൂസിൽ കണ്ടില്ലേ, ഒരച്ഛനൊരു കുട്ടീനെ, ചെറിയൊരു വയസ്സായ കുട്ടീനെ മടിയിൽ ഇരുത്തിയിട്ട് മുട്ടും കൈ കൊണ്ട് കുത്തി വയറിന് കുത്തി ശ്വാസം മുട്ടിച്ച് കൊന്നു അല്ലേ. എന്തിനാ ദൈവമല്ലേ. എനിക്കൊക്കെ ഞാൻ വിചാരിക്കുന്നത് 3 മക്കളെ തന്നു, ദൈവം ഒരനുഗ്രഹമായി. എനിക്ക് കുറേ വൈകിട്ട കുട്ടികളുണ്ടാവണേ. ചില സമയത്ത് ദേഷ്യം വരുമ്പോഴേക്ക് ദേഷ്യം നന്നായിട്ട് ഞാൻ ചീത്ത പറയും ഒക്കെ ചെയ്യും കേട്ടോ. പക്ഷേങ്കിൽ മക്കളൊന്നും ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളെ മാതാപിതാക്കന്മാർക്കുള്ള ഒരു വിഷമല്ലേ. അവരൊന്ന് തല്ലിയാലും ഒരു ചീത്ത പറഞ്ഞാലും നമുക്കുള്ളൊരു സങ്കടമൊന്നും വേറെ ഇല്ലല്ലേ. ആ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ കുട്ടീനെ കൊല്ലണം എന്നുള്ളൊരു ചിന്തയിൽ ആ അച്ഛൻ അങ്ങനെ ചെയ്തു ആലോചിക്കുമ്പോഴുള്ള ഒരു സങ്കടം. ഇപ്പോഴത്തെ കാലം കലികാല യുഗമാണ്. മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുകയെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മളൊക്കെ എങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ എന്താണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെയുള്ള ഏറ്റവും വലിയൊരു വൃത്തിയായിട്ടൊരു പരിപാടിയാണ് ഇപ്പോൾ ബസ്സിൽ കണ്ടില്ലേ, ഒരു വീഡിയോ എടുത്തിരുന്ന്. അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു എഡിറ്റിങ്ങിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവനും വെടിയേണ്ടി വന്ന ഒരവസ്ഥയായിപ്പോവുകയും ചെയ്തു. ഏതായാലും അങ്ങനെ ഒരു ഇതും വന്നു. അത് ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. പെണ്ണുങ്ങളെ മേത്ത് തൊടാനും തലോടാനും നടക്കാനായിട്ട് നിൽക്കുന്ന ബസ്സിലൊക്കെ ഉള്ള കുറച്ചെണ്ണം ഉണ്ട്. അവർക്കൊക്കെ ഒരു ഇതാണ് ഇപ്പോൾ. അവരൊക്കെ ഒരു രോഷമായിട്ട് ഓർക്കും കൂടി അതൊരു ഏറൊന്ന് ഇതാവാനുള്ളൊരു ഇതും കൂടി ആയിപ്പം. ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനിയെങ്കിലും ഇല്ലാതിരിക്കട്ടെ. ഈ ഒരു കൊല്ലവർഷം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ ആളുകൾക്കും മനസ്സിന് തന്നെ ഒരു സങ്കടമുള്ള ഒരു കാലം കാണുകയാണെന്ന് തോന്നുന്നില്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ഇന്ത്യയിൽ തന്നെ നമ്മൾ പറയണ പോലെ മധു ഉണ്ടല്ലോ, നമ്മുടെ മധുവിനെ മരണത്തിന് ശേഷം നമ്മുടെ നാട് തന്നെ ആ ഒരു കുട്ടിച്ചോറിൻ്റെ അവസ്ഥയിലാണല്ലേ. പിന്നീടൊന്നും നമ്മൾ ആരും ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ലല്ലോ. മനുഷ്യന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൃഗത്തിനെ പോലെയായി. പിന്നെ ഒന്നാമത് മൊബൈലിൻ്റെ ഉപയോഗങ്ങളുള്ള കൂടുതലുള്ള കാര്യങ്ങളില്ലേ. ഇപ്പോൾ ഈ ലെങ്ത്ത് വീഡിയോ ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഷോർട്ട് വീഡിയോസ് കാര്യങ്ങൾ പിന്നെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാ പരിപാടികളും ഉണ്ടല്ലോ കാണുന്നത്.
അങ്ങനെയൊക്കെ മക്കൾ നശിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളെപ്പോഴും ഇപ്പോൾ പിന്നെയൊക്കെ വീഡിയോ കാണുന്നത് ചെറിയ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളുടെ നിന്നൊക്കെ ഫോൺ വാങ്ങി വെക്കുക കേട്ടോ. കാരണം അധികം നേരം നിന്ന് കഴിഞ്ഞാൽ കണ്ണിന് കേട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മൾ തലച്ചോറിനെ ബാധിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ തന്നെയാണെങ്കിൽ തന്നെ അധികം നേരം ഇപ്പോൾ കാണുന്നുണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. വീഡിയോ ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ബ്രൈറ്റ്നസ്സൊക്കെ കുറച്ച് വെച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഐഫോണിലൊക്കെ ഉള്ളത് അപ്പോഴേ കുറച്ചും കൂടി കാണുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകളാണല്ലേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ. ചില ആളുകൾ എന്നെ നേരിട്ട് കണ്ട് കമൻറ്റ് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേറെ നല്ലത് മൊബൈലിലൂടെ വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരോടും സ്നേഹപൂർവ്വം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു.